വെള്ളായണി ദേവീക്ഷേത്രത്തിൽ 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കാളിയൂട്ട് ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന പറണേറ്റ്. ഇത് ദർശിക്കാൻ 100 കണക്കിന് ഭക്തരാണ് ക്ഷേത്ര പരിസരത്തെത്തുന്നത്. പറണേറ്റ് തുടങ്ങുന്നതോടെ ഭക്തരുടെ തിരക്കേറി വരികയും ചെയ്യുന്നു. ദേവി 4 ദിക്കിലും ദാരികനെ തേടിയലഞ്ഞു. ഒടുവിൽ 4 ദിക്കിലും ദാരികനെ കാണാനില്ലാത്ത സാഹചര്യത്തിൽ പിന്നീട് ആകാശമാർഗ്ഗെ ദാരികനെ കണ്ടുമുട്ടുന്ന ചടങ്ങാണ് പറണേറ്റ്. ഐതിഹ്യമനുസരിച്ച് അതായത് ആകാശത്തിൽ പറന്ന് ഏറ്റ് അതിൻ്റെ ഒരു സങ്കല്പത്തിലാണ് ഈ പറന്ന്. 60 അടി ഉയരത്തിലുള്ള പറണിൽ നിന്ന് ദേവിയും 30 അടി ഉയരത്തിലുള്ള പറണിൽ നിന്ന് ദാരികനും മുഖാമുഖം 7 പോരുകൾ നടത്തുന്നു. തോറ്റംപാട്ടിന്റെ അകമ്പടിയോടെയാണ് ഈ പോര് നടത്തുന്നത്. രാത്രി 10-15ഓടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. കായിക്കര തെക്കതിൽ നിന്ന് കൊടിതി കഴിഞ്ഞാണ് ചടങ്ങുകൾ തുടങ്ങുന്നത്. പറണിന് ചുറ്റും 3 വലം വെച്ച ശേഷം പള്ളിപ്പലകയിൽ ദേവിയെ ഇരുത്തുന്നു. തുടർന്ന് ആചാരപരമായി വിളക്ക് കത്തിച്ച് പറണിന് മുകളിൽ ദേവിയുടെ പീഠം ആദ്യം മുകളിലേക്ക് എഴുന്നള്ളിക്കുന്നു. പിന്നാലെ ചെണ്ടമേളത്തിന്റെയും കുരവിയുടെയും അകമ്പടിയോടെ തങ്കത്തിരുമുടിയും എഴുന്നള്ളിക്കുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവി ഇരുന്ന അണിയറപ്പന്തൽ പൊളിച്ച് ദാരികനും സംഘവും തെക്കേ ദിക്കിലെ പറണിൽ കയറുന്നു. നേരം വെളുക്കോളം നടക്കുന്ന 7 പോരിനു ശേഷം ആകാശത്തിൽ വെച്ച് ദാരികനെ വധിക്കാനാകാതെ പറണിൽ നിന്നിറങ്ങുന്ന ദേവി പിറ്റേന്ന് രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന നിലത്തിൽ പോരിൽ ദാരികനെ വധിക്കുന്നു. അന്നേ ദിവസം വൈകുന്നേരം 4 മണിക്ക് ആറാട്ട് നടക്കും. 1000 വരമൊന്നും വേണ്ടെനിക്കവിടുത്തെ ദർശന ഭാഗ്യം മതി. അമ്മേ അവിടുത്തെ ദർശന ഭാഗ്യം മതി. കാലമിതെത്രയും താണു ഞാൻ തൊഴുതിട്ടും എന്തേ മിഴി തുറക്കാത്തോ? അമ്മേ പൂമിഴി നീ തുറക്കാത്തോ? രാത്രി 10-15 തങ്കത്തിരുമുടി അകത്തെഴുന്നള്ളിക്കുന്നതോടെ ആ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകുന്നു. ശിവനന്ദിനിയായി ശിവമംഗളയായി തിരുജടയിൽ നിന്നുളവായി
ഭദ്രേ ദേവി മഹാഭാഗേ നീ ഭവദുരിതങ്ങളകറ്റേണം. ഭാവാത്മികയാം ഭഗവതി നീയേ ഭാവുകമായ ജഗജ്ജനനി. ഭാവനയിൽ നീ നിറയുക തായേ ഭാസുരമാകണമീ ജന്മം. ചാമുണ്ടേശ്വരി ചാരുകളേബരമാമക ദുരിതം നീയാറ്റു. മേദിനിയിൽ കലികാലമിയറ്റും വേദനയിൽ സാന്ത്വന